मेरा फ्रेंड इंडिया का फ्रेंड ഡൊണാൾഡ് ട്രംപ്. യെസ്, ഡൊണാൾഡ് ട്രംപ്. ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ മഹാകരയുമായി എന്താണ് പ്രോബ്ലം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവേ ഇദ്ദേഹം ആളൊരു ചൊറയാണ്. ഈ ട്രംപ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ മുതലാളിത്ത കുത്തക താല്പര്യങ്ങൾ അവരെ എപ്പോഴും മുൻനിർത്തി അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു വികാരമല്ല. ഇതിപ്പോൾ കുറച്ചായി, ഞാനിപ്പോൾ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കഴിഞ്ഞൊരു 6 മാസത്തോളമായി ഇദ്ദേഹം ഈ ട്രംപ് ആശാൻ നമ്മളെ ഇന്ത്യയെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ എക്കണോമിയെ പരിഹസിക്കുക, ഇന്ത്യയുടെ സിസ്റ്റം ശരിയല്ലെന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ വന്ന് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഉണ്ടായതല്ല. ഇവരുടെ ഒരു ശൈലി, ഈ അമേരിക്കൻ കുത്തക മുതലാളിത്ത താല്പര്യങ്ങളുടെ ഒരു രീതി ഇങ്ങനെ തന്നെയാണ്. ഇത് ഇന്ന് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ 50% താരിഫ് കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഇറക്കുമതി കയറ്റുമതി ചുങ്കത്തിന് അമേരിക്ക 50% ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ കാരണമാണ് ഏറ്റവും രസമായിട്ടുള്ള സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, നമ്മൾ റഷ്യയോട് ഇന്ത്യ 40% ഓയിൽ മേടിക്കുകയാണ്. അപ്പോൾ ഈ 40% ഓയിൽ മേടിക്കുമ്പോൾ ഇവർ പറയുന്നത്, ഈ വാങ്ങുന്ന ഓയിൽ വലിയ വിലക്ക് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് സെയിൽ ചെയ്യുന്നു. ഇത് വലിയൊരു കോമഡി ആയിട്ടുള്ള സംഭവമാണ്. അത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ പർപ്പസ്, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഓയിൽ റഷ്യയോട് മേടിക്കുന്നു. അത് പിന്നെ വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ വിലക്ക് ഇന്ത്യൻ ഗവൺമെൻറ് വിൽക്കുമോ? ഇല്ല. ഒബ്വിയസ്ലി അവർ ലാഭം എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇതിന് ഇദ്ദേഹത്തിന് എന്താ ഇത്ര വലിയൊരു ക്രിമിയടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത് ഇയാൾ പറയുന്നത്, ഉക്രൈനിലുള്ള പാവപ്പെട്ട ജനങ്ങളൊക്കെ റഷ്യ കൊല്ലുന്നതിൽ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല, ഇന്ത്യ അതുകൊണ്ട് ഞാൻ 50% ഉയർത്തിയാണെന്ന്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇയാൾക്ക് ഭ്രാന്താന്ന്, അല്ലേ? ചെറിയൊരു വട്ടും കൂടി ഉണ്ട് അയാൾക്ക്. എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ട്രംപിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, മീൻസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ട്രംപ് ആൻഡ് അതർ കൺട്രീസ് നോക്കുകയാണെങ്കിൽ, ഇയാൾ പെട്ടെന്ന് പല രാജ്യങ്ങൾക്കെതിരെയും പൊട്ടിത്തെറിക്കും. അതൊരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ആവാം, കാരണം അദ്ദേഹത്തിന് അറൗണ്ട് 80 ഇയേഴ്സ്, 79 ഇയേഴ്സ് ഏജ് ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്, ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്ത് ശീലമാണ്. അപ്പോൾ പറഞ്ഞല്ലോ, അമേരിക്കക്ക് പറ്റിയ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം. അതായത് അമേരിക്കയുടെ ഒരു ചിന്താഗതിക്ക് പറ്റിയ ഒരു പ്രസിഡൻ്റാണ്. എന്തിനേയും പെട്ടെന്ന് തന്നെ അവർ ഷൗട്ട് ചെയ്തിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ഒരു മുതലാളിത്ത കുത്തക മനോഭാവം. അപ്പോൾ അത് ഇന്ത്യയുടെ അടുത്ത് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പയറ്റാനുള്ള കാരണം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള സാധനമായിരുന്നു ഇതുവരെയുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പരമ്പരാഗതമായിട്ട് നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോടും പ്രോബ്ലത്തിനില്ല, ആരോടും ഓവറായിട്ട് ഇമ്മേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. നമ്മളൊരു മിഡിൽ ലൈനിലാണ് പണ്ട് മുതലേ നിൽക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി തന്നെയാണിത്, ചേരി ചേരാ പ്രസ്ഥാനം. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ അടി കഴിയായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ ഇന്ത്യ എപ്പോഴും നിന്നിട്ടുള്ളത് ഒരു മിഡിൽ സ്റ്റാൻഡാണ്. ഒരു നമ്മൾ പറയില്ലേ, മധ്യത്തിൽ നിൽക്കാൻ, അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, ആർക്കും ഒരു പ്രശ്നത്തിനും പോവാതെ ഇന്ത്യയുടേതായ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭരിക്കുന്ന ആളുടെ പ്രോബ്ലമാണോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രോബ്ലമാണോ നമ്മൾ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ട് നമ്മൾ കെട്ടിപ്പിടിക്കുക, അനാവശ്യമായിട്ട് കൈ കൊടുത്ത് വഷളാക്കാന്ന് പറയില്ലേ, നമ്മൾ കെട്ടിപ്പിടിച്ച് അങ്ങ്. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ നമ്മൾ പറയൂലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യം നമുക്ക് കയറി വരുമ്പോൾ
അല്പന് അർത്ഥം കിട്ടിയ പിന്നെ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് അല്ല, ഏത് ഉഗാണ്ടൻ പ്രസിഡൻറ്റും ആയിക്കോട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ വില ആ ഒരു മാർക്ക് ചെയ്ത സ്ഥലത്ത് വെക്കണം. പറയൂലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും എപ്പോഴും എന്തിനുമായിട്ട് നമ്മളൊരു കൈ അകലം പാലിക്കുക എന്ന് പറയും. അപ്പോൾ ആ കൈ അകലം നമ്മൾ അമേരിക്കയായിട്ട് തീരെ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവം. ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പിന്നെ ന്യൂജേഴ്സിയിലും പിന്നെ ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്, വാഷിങ്ടണിലൊക്കെ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുന്ന നമ്മളെ ട്രംപിൻ്റെ ഇതിൽ പ്രചരണ പരിപാടികൾ പോയിട്ട് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ പിന്നെ ജയ് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. പിന്നെ അതുപോലെ ഹൗഡി മോഡി ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആൾ ഈ ട്രംപിനെ അനാവശ്യമായിട്ട് എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ അമേരിക്കൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും കരുതി വെച്ചിരിക്കുന്നത് എന്താ, ഇന്ത്യക്ക് ഇത്രയേ വിലയുള്ളൂ, ഇത് കൊടുത്താൽ മതി, ഈ ഒരു വില കൊടുത്താൽ മതി. അതിൻ്റെ ഭാഗം സൈഡ് എഫക്ട്സ് ആണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അയൽരാജ്യവും നമ്മളെക്കാൾ എക്കണോമിയിലും മറ്റെല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ എത്രയോ വർഷം പിറകോട്ട് കിടക്കുന്ന പാകിസ്ഥാൻ, ഈ രാജ്യത്തിന് വരെ അമേരിക്കയുടെ താരിഫ് 18% 19% അത്രയേ ഉള്ളൂ. 20% താഴെ വരുന്നത്. ചൈന, ഇവരുമായിട്ട് അമേരിക്കയായിട്ട് യാതൊരു തരത്തിലും ഒത്തുപോകാത്ത ആൾക്കാരാണ് ചൈന. അവരുടെ അടുത്ത് പോലും വരുന്നത് 50% താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് മുഖത്തടിച്ച പോലെ ഈ 50% ചാർജ് തരാനുള്ള സംഭവം എന്നറിയോ, നനഞ്ഞെടുത്ത് കുയിക്കാന്ന് പറയില്ലേ. ഇവിടെ ഇവർ കണ്ടു, ഇവരൊരു വില ഇട്ടു നമുക്ക്. ആ വിലയാണ് ഞാൻ പറഞ്ഞത്, ഹമാരാ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. എന്ത് പറയാനാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ മുതലാളിത്തത്തിൻ്റെ കഥ പറയുവാണെങ്കിൽ, ആ മുതലാളിത്ത ആശയം ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആ പ്രസിഡൻറ്റിനെ നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചിട്ടോ എത്ര തന്നെ കെട്ടിപ്പിടിച്ചിട്ടോ എത്ര തന്നെ ഉമ്മം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവരെങ്ങനെയായാലും അവരുടെ ടേംസ് എത്തുമ്പോൾ, അവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരവിടെ പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമേ മുതൽ മുടക്കായിട്ട് വെക്കത്തുള്ളൂ. ഒരിക്കലും അവർ ഇന്ത്യ എന്ന രാജ്യം നന്നാവണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം കണ്ടിട്ട് നമ്മൾ ആ സംസ്കാരം തന്നെയാണ്, അതിഥി ദേവോ ഭവ, ശരിയാണ്. പക്ഷേ ഈ അതിഥി ദേവോ ഭവക്കും മുകളിൽ നമ്മൾ പോയിട്ട് അയാളെ പിന്നെ വീട്ടിൽ പോയിട്ട് അയാൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് അയാളുടെ രാജ്യത്ത് പോയിട്ട് അയാളുടെ പ്രചരണ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ട് അയാൾക്ക് വേണ്ടി ജയ് വിളിച്ചിട്ട് എന്ത് കിട്ടി? നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓഫർ തന്നോ? അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. നമ്മൾ ചെയ്തില്ല, നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കും. പക്ഷെ ഒന്നും ലഭിച്ചില്ല. നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് കിട്ടിയത് ഹേറ്റഡ് ആണ്. അയാൾ ഇന്ത്യൻ എക്കണോമിയെ പിന്നെ താഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, അങ്ങനെയാണല്ലോ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യയിലെ ഇന്ന കമ്പനി വളരെ മോശമാണ്, അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇടിയാണ് ആ കമ്പനി. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യ ആയിട്ടുള്ള ഇന്ന മേഖലയിൽ ഞങ്ങൾ ബന്ധം പിന്നെ വിച്ഛേദിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയിലുള്ള ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് തകർന്ന് അടിഞ്ഞ് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കോമാളിത്തരം കാട്ടിയാലും മുതലാളിത്തം എന്നും കുത്തകളെയും മുതലാളിത്ത താല്പര്യങ്ങളെയും മാത്രമേ അവർ സ്നേഹിക്കുകയും അവരത് മാത്രമേ, അതിൻ്റെ ലാഭേച്ഛ മാത്രമേ അവർക്ക് ഉണ്ടാവൂ. സിമ്പിളാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ പിന്നെ IIM പോയിട്ട് ഡബിൾ MBA അല്ലെങ്കിൽ ഡബിൾ ഡോക്ടറേറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതുപോലും മനസ്സിലാക്കാതെ നമ്മൾ വേണ്ടാതെ അങ്ങോട്ട് പോയി അടിഞ്ഞ് ചാറായിട്ട് ഇപ്പോൾ കിട്ടിയ റിസൾട്ട് നോക്കിയാട്ടെ. ഇതാണ്. പിന്നെ ഈ ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ, പിന്നെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രായത്തിൻ്റെ അപക്വതയാണോ എന്താ അറിയില്ല, അദ്ദേഹം ഒരു വേൾഡ് നോൺസെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുമായിട്ട് ചൊറയാണ് അയാളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൈനയായിട്ട് ചൊറ. കാരണം ചൈന പിന്നെ അവരുടെ എക്കണോമി വല്ലാത്ത രീതിയിൽ ബൂം ചെയ്യുന്നത് കൊണ്ടും, അപ്പോൾ ചൈനയോട് ചൊറ, ഇറാനോട് പ്രശ്നം. ഇറാഖ് പിന്നെ അവർ കുത്തുവാളെടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവരോട് മറ്റേ ഇറാൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടില്ല. ആദ്യം ഇന്ത്യയോട് പറഞ്ഞത് ഇറാനോട് ഓയിലും എണ്ണയൊന്നും വാങ്ങാൻ പാടില്ല,
കാരണം അവർ നമ്മൾക്കെതിരാണ്. അതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഇപ്പം പറഞ്ഞു വരുന്നത് റഷ്യയുടെ ഇരുന്ന് നിങ്ങൾ ഓയിൽ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, എന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നതാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്ന് 40% ഓയിലും കാര്യങ്ങളൊക്കെ ഇന്ത്യ മേടിക്കുന്നുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിൻ്റെ ഒരു ഇത് പ്രകാരം അവർ ഒരു പോയിന്റ് ഉന്നയിച്ചപ്പോൾ, അതായത് പിന്നെ അമേരിക്ക തന്നെ, ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റ് രാജ്യങ്ങൾ, ഇവരൊക്കെ റഷ്യയുടെ അടുത്ത് കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ഓയിൽ ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത്, എനിക്ക് ആ കാര്യമൊന്നും അറിയില്ല, ഞാൻ അതിനെപ്പറ്റി പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വന്തം രാജ്യം എവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് അറിയാത്ത ഒരാളാണ് വേറൊരു രാജ്യത്തോട് പോയിട്ട് നിങ്ങൾ അവിടുന്ന് സാധനം മേടിക്കരുത്, ഇവിടുന്ന് സാധനം മേടിക്കരുതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളെ ഞാനൊരു നോൺസെൻസ് അല്ല, അതിന് മേലെയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇയാൾ എത്രത്തോളം നോൺസെൻസ് ആണെന്നുള്ളതിന് ഏറ്റവും പുതിയ തെളിവെന്താണെന്ന് വെച്ചാൽ, ഇപ്പം രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് രാജ്യങ്ങൾ തമ്മിൽ പല കച്ചവട താല്പര്യങ്ങളും പലതരത്തിലുള്ള എക്കണോമിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയാം. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ നോൺസെൻസ് അയാളുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മൾട്ടി മില്യണറോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കണോമി ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്ന നമ്മുടെ എലോൺ മസ്കിനെ പറഞ്ഞത് ഒരു ബുൾഷിറ്റ് ആർട്ടിസ്റ്റ് എന്നാണ്. അപ്പോൾ മസ്ക് മോശമൊന്നുമില്ല. മസ്ക് അതിന് പ്രതികരിച്ചത്, മസ്ക് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നെന്നും അത് എന്തുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എതിരായിരിക്കും പറഞ്ഞിട്ട് മസ്ക് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മസ്കുമായിട്ട് ഇയാൾ കുറച്ചായി സ്വരചേർച്ച ഇല്ലാതായിട്ട്. അപ്പോൾ ഏതൊക്കെ ഒരു രാജ്യത്തിൻ്റെ തലവൻ, പ്രസിഡൻ്റ് ആയിട്ടുള്ള ആൾ ആ രാജ്യത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്കെതിരെയൊക്കെ സംസാരിക്കും. ചിലപ്പോൾ വ്യക്തിപരമായ പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പോളിസിയിലൊക്കെ ഇയാൾക്ക് എതിർപ്പുണ്ടാകാം. പക്ഷെ അതിൻ്റെതായ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ തലവൻ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ ഇകഴ്ത്തി സംസാരിച്ചിട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഏൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. നമ്മുടെ ഈ ട്രംപിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വാല്യൂം, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സിവിലൈസേഷൻ്റെ സംസ്കാരത്തിൻ്റെ അന്തസത്തയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറിയിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു. ഇപ്പോൾ ഈ കിട്ടിയ 50% ഹൈക്കിലുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ഗതി വരില്ലായിരുന്നു. എങ്ങനെ ഇരുന്നാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നോക്കിക്കാണാം. ഓക്കെ ഗായ്സ്, ബൈ.